ANI ആ ട്വീറ്റ് പിൻവലിച്ചതാണ് കൺഫ്യൂഷനുകൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മൾ കാന്തപുരത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമില്ല എന്ന് കൃത്യമായ സ്ഥിരീകരണവും കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ഏതായാലും കിട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ലക്ഷ്മി, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ തന്നെ നമ്മൾ ഈ വാർത്ത വന്നപ്പോൾ നമ്മൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. കാരണം കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടൽ ഒരിക്കലും വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുന്നില്ല. ഇത് പുറത്തു പറയാൻ തയ്യാറല്ല. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ചിട്ടുള്ള വധശിക്ഷ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ച സമയത്തും കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ പൂർണ്ണ രൂപത്തിൽ തള്ളുന്ന ഒരു നിലപാടാണ് വിദേശകാര്യ മന്ത്രാലയം എടുക്കാറ്. ഇതുകൊണ്ട് തന്നെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. വ്യക്തികൾക്കുള്ള പ്രാധാന്യം നൽകുന്നതല്ല വിദേശ നയം. അതുകൊണ്ട് തന്നെ വിദേശ നയതന്ത്ര അല്ലെങ്കിൽ രാജ്യത്തിന് ഉദ്യോഗസ്ഥർ പുറമെ മറ്റേതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ വ്യക്തികളോ നടത്തുന്ന നയതന്ത്ര ബന്ധങ്ങൾക്ക് അത് പൂർണ്ണ രൂപത്തിൽ പരസ്യമായിട്ട് അംഗീകരിക്കില്ല. ഇതിനെ അവർ പറയുന്നത് ബാക്ക് ഡോർ ഡിപ്ലോമസി എന്നാണ്, പിറകുവശത്തൂടെ നയതന്ത്രം എന്നാണ്. ഈ രീതിയിലാണ് കാന്തപുരത്തിൻ്റെ നീക്കങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായും അല്ലെങ്കിൽ പരസ്യമായിട്ടും കാന്തപുരത്തിൻ്റെ സഹായം തേടി എന്ന് പറയാൻ വിദേശകാര്യമന്ത്രി ഒരിക്കലും തയ്യാറല്ല. വിദേശകാര്യമന്ത്രി വക്താവ് തന്നെ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം പറയാത്തതിലാണ് ANI ഇക്കാര്യത്തിൽ വാർത്ത പിൻവലിക്കാനുള്ള സാഹചര്യമുണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വധശിക്ഷ റദ്ദാക്കുന്ന കാര്യത്തിൽ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയക്ക് മോചനം ലഭിച്ചു എന്ന കാര്യത്തിൽ അനൗദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ ഇന്ത്യൻ നയതന്ത്ര വക്താക്കളും തയ്യാറാവുന്നുണ്ട്. ഗൾഫ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും തയ്യാറാവുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിന് തീർച്ചയായും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്.